ഹായ് ഫ്രണ്ട്സ്, എൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് വിഷമത്തോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെയൊന്നും ഒരിക്കലും ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യരുത്. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനർ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വർക്ക് വന്ന് നോക്കിയിട്ടുള്ളത്. ഇത് നമ്മൾ ചെയ്തിട്ടുള്ള വർക്കല്ല, വേറെ ടീം ചെയ്തിട്ടിട്ട് പോയിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ പ്ലംബിംഗ് വർക്കിന് വേണ്ടി വന്നിട്ടുള്ളതാണ്. പ്ലംബിംഗ് വർക്കിന് വന്നപ്പോൾ ആൾ പറഞ്ഞത് ഇവിടെ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ കയറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വയറിങ് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് സ്വിച്ച് ബോർഡ് കയറ്റാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ചെയ്ത വർക്കാണെങ്കിൽ നമുക്ക് കയറ്റാൻ പറ്റും, പക്ഷേ വേറെ ആൾ ചെയ്താണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാതെ ഒന്നും സ്വിച്ച് ബോർഡൊന്നും കയറ്റാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ വയറിങ് ചെക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അവസ്ഥ മനസ്സിലായത്. ഈ വീഡിയോ നമ്മളൊരു പണിക്കാരനെയും കുറ്റം പറയുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ളതല്ല. ആ വീട്ടുകാരൻ്റെ അവസ്ഥ കണ്ടപ്പോൾ നമുക്ക് ചെയ്യണം തോന്നിയാണ്. ഒരു 1750 സ്ക്വയർ ഫീറ്റ് വീടാണ്, പുതിയ വീടാണ്, പുട്ടിപ്പണി കഴിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയാണ്. ഇത് കോൺട്രാക്ടർ ചെയ്യിപ്പിച്ചിട്ടുള്ള വർക്കല്ല, വീട്ടുകാരെ ഡയറക്റ്റ് ഇലക്ട്രീഷ്യനെ വിളിച്ച് ചെയ്തിട്ടുള്ള വർക്കാണ്. ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്കറിയാം ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വരും, പക്ഷേ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് മാത്രം കമൻറ്റ് ഇടാനായിട്ട് ശ്രമിക്കുക. ഈ ഇലക്ട്രിക്കൽ വർക്കിലെ വീട്ടുകാരന് അത്യാവശ്യം പൈസ നഷ്ടം വന്നിട്ടുണ്ട്. ഇത് വർക്ക് എടുത്തിട്ടുള്ള ആൾക്കാർ കുറച്ച് റേറ്റ് കുറവിലാണ് വർക്ക് എടുത്തിട്ടുള്ളത്. ഇവരെടുത്തിട്ടുള്ള റേറ്റിന് നമുക്ക് ഒരിക്കലും ഈ 1750 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ഇലക്ട്രിക്കലും പ്ലംബിങ്ങിലും ചെയ്യാൻ സാധിക്കില്ല. നമ്മളൊരു വർക്കിൻ്റെ റേറ്റ് പറയുമ്പോൾ സൈറ്റിൽ പോയി വർക്കും കാര്യങ്ങളെല്ലാം തന്നെ വീട്ടുകാരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം റേറ്റ് പറയുക. അല്ലാതെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന റേറ്റിന് എല്ലാ വീടിൻ്റെ പണി നമുക്ക് ഒരേമാതിരി ചെയ്യാൻ പറ്റില്ല. എല്ലാ വീടുകളിലെയും വർക്ക് ഒരേപോലെ അല്ല വരുന്നത്. അതുപോലെ തന്നെ വീട്ടുകാരോടുള്ള റിക്വസ്റ്റാണ്, നിങ്ങൾ ഒരിക്കലും റേറ്റ് കുറവിന് വർക്ക് ചെയ്യിപ്പിക്കരുത്. അങ്ങനെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വർക്കുകളാണ് വരിക. ഇവിടെ സംഭവിച്ചത് വീട്ടുകാർക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ വർക്ക് ചെയ്ത് പോയത്. പിന്നെ റേറ്റ് കൂടുതൽ കൊടുത്താലും നമ്മൾ വർക്കിൻ്റെ ക്വാളിറ്റി ഒന്നുകൂടി നോക്കേണ്ടതാണ്. അതായത് ആ വർക്കേഴ്സ് ചെയ്തിട്ടുള്ള മുൻപത്തെ സൈറ്റുകളോ അല്ലെങ്കിൽ അവരുടെ വർക്കിൻ്റെ ഫോട്ടോസോ മേടിച്ച് നോക്കാവുന്നതാണ്. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ വർക്ക് നല്ലതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ആ വീട്ടുകാരൊരു അവസ്ഥ കണ്ടതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇലക്ട്രിക്കലും പ്ലംബിംഗ് വർക്ക് നമ്മൾ ഒരിക്കലും പഠിച്ചു കഴിയാൻ പോകുന്നില്ല. ഡെയിലി ഓരോ പുതിയ ഐറ്റംസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ള വർക്ക് എന്താണെന്ന് നോക്കാം. ഇവിടെ ഹാളിലെ ഫസ്റ്റ് സ്വിച്ച് ബോർഡിൽ 1 ഇഞ്ച് പൈപ്പിൽ 30 വയറാണ് അവർ വലിച്ചിട്ടുള്ളത്, മെയിനും ലീഡും അടക്കം. ഇത് ബെൻഡ് അടിച്ചിട്ടുള്ള വർക്കല്ല, കമ്പനി ബെൻഡ് ഉപയോഗിച്ചിട്ടുള്ള വർക്കാണ്. എങ്ങനെ വലിച്ചെന്നൊന്നും എനിക്കറിയില്ല. വീട്ടുകാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഗ്രീസ് ഇട്ടിട്ടൊക്കെയാണ് അവർ വയർ വലിച്ചതെന്ന് പറഞ്ഞത്. അതുപോലെ ഈ ജംഗ്ഷനിൽ ഫോൾ സീലിങ്ങിൻ്റെ വയർ കൊടുന്ന് നിർത്തിയിട്ടുണ്ട്. ഇത് സ്വിച്ച് ബോർഡിലേക്ക് വലിക്കാൻ ഗ്യാപ്പില്ലാത്തതുകൊണ്ടാണ് ഇവിടെ കൊടുന്ന് നിർത്തിയിട്ടുള്ളത്. നല്ല തിക്കിലാണ് വയർ വന്നിട്ടുള്ളത്. അതുപോലെ DBയിൽ നിന്നുള്ള മെയിൻ വയറൊക്കെ ഈ വഴി പോണത് 1 ഇഞ്ച് പൈപ്പിൽ മെയിൻ വയർ കൊടുത്തിട്ട് ഇവിടുന്ന് പിന്നെ പോണത് 3/4 ഇഞ്ച് പൈപ്പിലാണ്. ഇത് 3 ഫേസ് ലോഡുള്ള വീടാണ്, എന്നിട്ട് ഒരു സിംഗിൾ ഫേസാണ് വലിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഇതിന് മുൻപൊരു 8000 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ വയറിങ് പൊളിച്ച് രണ്ടാമത് റീവയറിങ് ചെയ്തിട്ടുണ്ട്. ആ വർക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ വയറിങ്ങിലെ ഫുള്ള് പൈപ്പ് പൊളിച്ചെടുത്ത് രണ്ടാമത് വേറെ പൈപ്പ് അടിക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ജംഗ്ഷൻ്റെ അവസ്ഥ നോക്കാം. ഈ ബോക്സിൽ നിന്ന് താഴത്തേക്ക് 1 ഇഞ്ച് പൈപ്പാണ് പോകുന്നത്. ഒരെണ്ണം ലെഫ്റ്റിലെ സ്വിച്ച് ബോർഡിലേക്കും ഒരെണ്ണം റൈറ്റിലെ സ്വിച്ച് ബോർഡിലേക്കും. ഒരു രക്ഷയില്ല, ഒരു വയറ് പോലും കടത്താനുള്ള ഗ്യാപ്പ് ഈ പൈപ്പുകളിലില്ല. പിന്നെ എങ്ങനെയും നമ്മൾ ഫോൾ സീലിങ്ങിൻ്റെ വയർ സ്വിച്ച് ബോർഡിലേക്ക് എത്തിക്കുക. ഈ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിയ വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ വേറൊരു തമാശ വരുന്നത്, ഈ സ്വിച്ച് ബോർഡിൽ നിന്ന് മെയിൻ സ്വിച്ച് ബോർഡിലേക്ക് ഒരു ലിങ്ക് ഇല്ല. ഇതിൽ നിന്ന് മെയിൻ സ്വിച്ച് ബോർഡിലേക്ക് വയർ വലിക്കണമെങ്കിൽ ഈ ജംഗ്ഷനിൽ പോയിട്ട് രണ്ടാമത് റിട്ടേൺ ആ സ്വിച്ച് ബോർഡിലേക്ക് വരണം. ഇത് ഈ ബെഡ്റൂമിലെ മെയിൻ സ്വിച്ച് ബോർഡാണ്. ഈ സ്വിച്ച് ബോർഡിൽ കുറേ വയറുകൾ ജോയിൻ്റ് ആണ്. DBയിൽ നിന്ന് വരുന്ന AC-യുടെ വയർ ഈ സ്വിച്ച് ബോർഡിൽ കൊടുത്തിട്ട് ഇവിടുന്ന് ജോയിൻ്റ് അടിച്ചിട്ടാണ് ബെഡ് സ്വിച്ച് ബോർഡിലേക്ക് പോകുന്നത്. ഈ കാണുന്ന 3/4 ഇഞ്ച് പൈപ്പിൽ 23 വയർ വരുന്നുണ്ട്. എങ്ങനെ ഇത് വലിച്ചു കൂട്ടണമെന്ന് നമുക്കൊരു പിടിയില്ല. AC-ലേക്കുള്ള ഔട്ട്പുട്ട് വയർ ഈ പൈപ്പിലാണ് കയറി പോകുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ വയറിങ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ലോഡ് വരുന്ന സമയത്ത് വയറുകൾ ഷോർട്ടായിട്ട്
കംപ്ലീറ്റ് കത്തിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ജനലിൻ്റെ പുറത്ത് വരുന്ന ലൈറ്റുകൾ, ഇത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഈ ഫ്രണ്ട് ഭാഗത്തെ ലൈറ്റ് ലീഡുകൾ ഈ ജംഗ്ഷനിലേക്കാണ് വന്ന് കയറിയിട്ടുള്ളത്. ഈ വയറുകൾ ഡയറക്റ്റ് വന്ന് ഈ ജംഗ്ഷനിൽ നിന്ന് അടുത്ത ജംഗ്ഷനിലേക്ക് പോയി ഇവിടുന്ന് ഈ ബെഡ്റൂമിൻ്റെ മെയിൻ സ്വിച്ച് ബോർഡിലാണ് കൊണ്ടിറക്കിയിട്ടുള്ളത്. ആ വയറുകളെല്ലാം ഈ സ്വിച്ച് ബോർഡിൽ ജോയിൻ്റ് അടിച്ചിട്ട് സ്റ്റെയർ കേസ് റൂമിൽ കയറിയിട്ട് അവിടെ നിന്നാണ് ഹാളിലത്തെ മെയിൻ സ്വിച്ച് ബോർഡിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അത്ര അധികം വട്ടം കറങ്ങിയിട്ടാണ് ആ വയറുകൾ പോയിട്ടുള്ളത്. ഇത് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഈ ജംഗ്ഷനിൽ നിന്ന് താഴത്തിറക്കി ഈ കാണുന്ന മാർക്കിലാണ് ഹാളിലത്തെ സ്വിച്ച് ബോർഡ് വരുന്നത്. ഇത് കട്ട് ചെയ്ത് പൈപ്പ് അടിക്കാതെയാണ് ഈ വയറുകളെല്ലാം തന്നെ വട്ടം കറക്കിയിട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതായത് 5 മീറ്റർ വയർ വേണ്ടടുത്ത് 10-12 മീറ്ററാണ് വട്ടം കറങ്ങിയിട്ട് വയറുകൾ പോയിട്ടുള്ളത്. അതും ഒരു വയറല്ല, 6-7 വയറുണ്ട്. ഫ്രണ്ടിലത്തെ ലൈറ്റ് ലീഡുകൾ ഈ ജംഗ്ഷനിലേക്കാണ് വന്ന് കയറുന്നത്. ഇവിടെ നിന്ന് ഹാളിലത്തെ ഈ ജംഗ്ഷനിൽ വന്നിട്ട് ഇതിന്ന് അടിയിലേക്ക് ഇറങ്ങിയിട്ടാണ് സ്വിച്ച് ബോർഡിലേക്ക് എത്തുന്നത്. ആ കൊണ്ടുപോയിട്ടുള്ള ലൈറ്റ് ലീഡുകളാണ് ഈ സ്വിച്ച് ബോർഡിൽ ജോയിൻ്റ് അടിച്ച് കൊണ്ടുപോയിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത്, പല മെറ്റൽ ബോക്സുകളും ആണി അടിച്ചിട്ടാണ് ഉറപ്പിച്ചിട്ടുള്ളത്. പല ബോക്സിൻ്റെയും ബാക്കിൽ സിമെൻറ്റുകളൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ വയറിംഗ് ബോക്സ് വയ്ക്കുമ്പോൾ പൈപ്പുകൾ കൂടുതൽ നിർത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. പൈപ്പുകൾ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വയർ വലിക്കുന്ന സമയത്ത് ഇത് കട്ട് ചെയ്ത് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സമയത്ത് ചെയ്യുന്നത് ചിറ്റി പൊളി വെച്ച് ഇത് അടിച്ച് കളയാണ്. അങ്ങനെ അടിച്ച് കളയുമ്പോൾ ഈ പൈപ്പുകൾ പൊളിയും. അങ്ങനെ പൊളിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വയർ വലിക്കുമ്പോഴൊക്കെ അതിൻ്റെ സ്ലീവ് പോകാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ കിച്ചണിലെ മെറ്റൽ ബോക്സാണിത്. ഇതും ആണി അടിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. DBയിൽ നിന്ന് മെയിൻ പൈപ്പ് വരുന്നത് ഈ ബോക്സിലേക്കാണ്. 2 ഇഞ്ച് പൈപ്പിലാണ് മെയിൻ വയറുകൾ വന്നിട്ടുള്ളത്. ഇതിലത്തെ വയറിൻ്റെ എണ്ണം ഞാൻ പറയുന്നില്ല. ഇവിടെ വരുന്നത് കിച്ചൻ്റെ മെയിൻ വരുന്ന മോട്ടർ, ഫ്രിഡ്ജ്, ഓവൻ, ഡിഷ് വാഷർ, വാഷിംഗ് മെഷീൻ. പിന്നെ ഇതിലൊരു ബെഡ്റൂമിൻ്റെ മെയിനും അതുപോലെ സ്റ്റെയർ കേസിൻ്റെ മെയിനും ഈ ബോക്സിൽ വന്നിട്ടാണ് പോകുന്നത്. ഈ ബെഡ്റൂമിലും ഇതുപോലൊക്കെ തന്നെയാണ്. മെയിൻ ഇവിടെ കൊടുത്തിട്ട് ജോയിൻ്റ് അടിച്ച് കൊണ്ടുകൊടുക്കുകയാണ്. AC-യുടെ വയർ ഈ സ്വിച്ച് ബോർഡിൽ വന്നിട്ട് ജോയിൻ്റ് അടിച്ചിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ പുറത്തെ ലൈറ്റ് ലീഡുകളും ഇവിടെ വന്ന് ജോയിൻ്റ് അടിച്ചിട്ടാണ് ഹാളിലേക്ക് പോകുന്നത്. ഈ റൂമിലത്തെ ഫോൾ സീലിങ്ങിൻ്റെ വയറാണ് ഇവിടെ കെട്ടി വെച്ചിട്ടുള്ളത്. പൈപ്പിലൂടെ ഇറക്കാൻ സ്ഥലമാണ്ട് ഇവിടെ കെട്ടി വെച്ച് പോയിട്ടുള്ളതാണ്. അതുപോലെ ഈ ജംഗ്ഷൻ ബോക്സിൽ നിന്ന് ഒരു 3/4 ഇഞ്ചിൻ്റെ പൈപ്പാണ് ബെഡ് സ്വിച്ച് ബോർഡിലേക്ക് കിടക്കുന്നത്. ആ പൈപ്പിലൂടെ വേണം എല്ലാ വയറുകളും പോകാനായിട്ട്. അതായത് മെയിൻ വയർ പോകണം, 2A വയർ പോകണം, ലൈറ്റ് ലീഡുകൾ പോകണം. അതുപോലെ AC-യിലേക്കുള്ള ഔട്ട്പുട്ട് വയർ ഇതിൽ തന്നെയാണ് പോകുന്നത്. ഇതടുത്ത ബെഡ്റൂം. ഈ ബെഡ്റൂമിലെ അവസ്ഥ സെയിം തന്നെ. AC-യുടെ വയറുകളാണ് ഈ ജോയിൻ്റ് അടിച്ച് പോയിട്ടുള്ളത്. ടൈപ്പൊക്കെ അടിച്ചിട്ട് കമ്പി പുറത്താണ്. ഈ കെട്ടി വെച്ചിട്ടുള്ള വയറുകൾ ഫോൾ സീലിങ്ങിൻ്റെ വയറാണ്. ഇവിടെ ഞങ്ങൾക്ക് മനസ്സിലായത് DBയിൽ നിന്ന് സ്വിച്ച് ബോർഡിലേക്കുള്ള മെയിൻ പൈപ്പുകൾ മാത്രമാണ് അടിച്ചിട്ടുള്ളത്. ലൈറ്റ് ലീഡ് കൊണ്ടുപോകുന്നുള്ള പൈപ്പുകൾ അടിച്ചിട്ടില്ല. അതാണ് ഇത്രയധികം വയർ ടൈറ്റ് ആയിട്ടുള്ളത്. നമ്മൾ വയറിങ്ങിൽ പൈപ്പ് അടിക്കുമ്പോൾ വയറുകൾ എണ്ണം നോക്കിയിട്ട് വേണം പൈപ്പ് അടിക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരു പൈപ്പിൽ 3/4 ഭാഗം മാത്രം വയറിടാക്കുക. ആ ഭാഗം അവിടെ നമ്മൾ ഫ്രീ ആക്കി ഇടണം. നിലവിൽ ഈ വയറിങ്ങിൽ സ്വിച്ച് ബോർഡ് കയറ്റി കഴിഞ്ഞാൽ ഇതിൽ വരുന്ന കംപ്ലൈൻറ്റുകൾ നമ്മുടെ തലയിലാവുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ വീട്ടുകാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് DBയിൽ നിന്ന് സ്വിച്ച് ബോർഡുകളിലേക്ക് പോകുന്ന മെയിൻ വയറുകൾ ഫ്ലോറിൽ കൂടി പൈപ്പ് ചെയ്തിട്ട് അതിലിടാനാണ് തീരുമാനം എടുത്തത്. ഭിത്തിയിൽ കൂടി കൊണ്ടുപോകാനായിട്ട് ഒരു കാരണവശാലും നമുക്ക് പറ്റില്ല. പഴയ വയറിങ് അതിലുള്ളത് കൊണ്ട് നമുക്ക് കട്ട് വയ്ക്കാനായിട്ട് സാധിക്കില്ല. മെയിൻ വയറുകൾ പൈപ്പിൽ നിന്ന് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ആ പൈപ്പുകളെല്ലാം തന്നെ കുറച്ച് ഫ്രീ ആയിട്ട് കിട്ടും.
ഇവിടെ ഡി ബിയുടെ അടിഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്നിട്ടുള്ള പൈപ്പുകളെല്ലാം തന്നെ ഈ മുകളിൽ കാണുന്ന 6-4 ജംഗ്ഷൻ ബോക്സിൽ നിന്നാണ്. ഈ 6-4 ജംഗ്ഷനിൽ നിന്ന് സ്ട്രെയിറ്റ് പൈപ്പ് കൊണ്ടുപോയിട്ട് സ്റ്റെയർകേസിന് ഹോളടിച്ച് ഇറക്കി കഴിഞ്ഞാൽ ഒറ്റ ബെൻഡിൽ നമുക്ക് ഡി ബിയിലേക്ക് പൈപ്പ് ഇറക്കായിരുന്നു. അതിനുവേണ്ടി ഇവിടെ ചെയ്തിട്ടുള്ളത് 3 ബെൻഡ് ഇട്ടിട്ടാണ് ഡി ബിയുടെ അടിയിൽ പൈപ്പ് കൊടുന്ന് കയറ്റിയിട്ടുള്ളത്. ബെൻഡ് അടിച്ച് ചെയ്യുന്ന വയറിംഗ് ആണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എന്നാലും അങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ടുള്ളത് 3 ഫേസിൻ്റെ TPN DB ആണ്. ഈ വീട്ടിൽ 3 ഫേസ് ലോഡ് വരുന്നുണ്ട്. ഇവിടുത്തെ മുഴുവൻ വയറുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ DB ഡ്രസ്സിങ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. അതായത് ഈ DB ചെറിയൊരു DB ആണ്. നമ്മൾ സാധാരണ വീടുകളിലെ വയറിങ്ങിൽ 3 ഫേസ് സെലക്ടർ DB ആണ് വെക്കാറുള്ളത്. സെലക്ടർ DB വെക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഒരു ഫേസ് പോയി കഴിഞ്ഞാൽ അടുത്ത ഫേസിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് തിരിച്ചിടാനായിട്ട് സാധിക്കും. അതുപോലെ കറണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് റിട്ടേൺ തിരിച്ചിടുകയും വേണം. ഫേസ് സെലക്ടറില്ലാതെ TPN DB നമ്മൾ വെച്ച് കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എല്ലാ ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഒരു ലൈൻ പോയി കഴിഞ്ഞാൽ, അതും മോട്ടറിൻ്റെ ലൈനാണ് പോകുന്നതെങ്കിൽ അത് മാറ്റി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. പിന്നെ TPN DB നമ്മൾ വെക്കുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ജനറേറ്ററുകൾ, അതായത് 3 ഫേസ് ജനറേറ്റർ വരുന്ന സ്ഥലങ്ങളിലാണ് TPN DB വെക്കുന്നത്. അതായത് ജനറേറ്ററിൻ്റെ വർക്കിങ്ങിനെ ബാധിക്കുന്നതുകൊണ്ടാണ് TPN DB വെക്കുന്നത്. അവിടെ ഫേസ് സെലക്ടറിൻ്റെ ആവശ്യം വരുന്നില്ല. ഇത് ഞാൻ എൻ്റെ ചെറിയ അറിവ് വെച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഇതിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അങ്ങനെയുള്ള അറിവുകൾ വരുമ്പോൾ എല്ലാവർക്കും അത് ഉപകാരപ്പെടും. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 3 ഫേസ് ലോഡുള്ള വീടാണ്. ഇവിടെ DB വെച്ചിട്ടുള്ളത് 3 ഫേസും മീറ്റർ ബോർഡ് വെച്ചിട്ടുള്ളത് സിംഗിൾ ഫേസുമാണ്. അതുപോലെ TV വരുന്നത് ഈ ഭിത്തിയുടെ സെൻറ്ററാണ്. പക്ഷേ TVക്കുള്ള സ്വിച്ച് ബോർഡ് ഈ ലെഫ്റ്റ് സൈഡിലാണ് കൊണ്ട് നിർത്തിയിട്ടുള്ളത്. അതുപോലെ സ്പീക്കറിൻ്റെ വയറുകളും അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അത് എന്തുകൊണ്ട് അവിടെ നിർത്തിയെന്നുള്ളത് നമുക്കറിയില്ല. ഇവിടെ TV വരുന്നത് ഈ ഭിത്തിയുടെ സെൻറ്ററാണ്. അതുകൊണ്ട് തന്നെ ഈ TVയുടെ ബാക്കിൽ നമ്മളൊരു പ്ലഗ് പോയിൻ്റ് ഇടണം. അതുപോലെ അടിയിൽ കബോർഡ് വരുന്നുണ്ട്. കബോർഡിൻ്റെ ഉള്ളിലാണ് നമുക്ക് സോക്കറ്റുകൾ വെക്കേണ്ടത്. അതുപോലെ ഒരു 1.5 പൈപ്പ് നമ്മൾ കൺസീൽഡ് വരണം ഈ TVയുടെ ഔട്ട്പുട്ട് വയറുകൾ നമുക്ക് കബോർഡിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കാനായിട്ട്. കട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുഴുവൻ കാണിക്കുന്നില്ല, വീഡിയോയുടെ ടൈം കൂടുതലാവുന്നതുകൊണ്ടാണ്. നമുക്കിനി ഇവിടുത്തെ മീറ്റർ ബോർഡിൻ്റെ അവസ്ഥ ഒന്ന് നോക്കാം. ഇവിടെ മീറ്റർ ബോർഡ് സിംഗിൾ ഫേസ് ആണ് വെച്ചിട്ടുള്ളത്. നമുക്ക് 3 ഫേസ് കണക്ഷനാണ് ഇവിടെ എടുക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മീറ്റർ ബോർഡ് ഇളക്കിയിട്ട് 3 ഫേസ് ആക്കുകയാണ്. മീറ്റർ ബോർഡിലേക്കുള്ള എർത്തിങ് ചെയ്യുമ്പോൾ എർത്ത് കമ്പി ഡയറക്റ്റ് കയറ്റാതെ ഒരു പൈപ്പ് ഇട്ടിട്ട് കയറ്റാണ് ഏറ്റവും നല്ലത്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൈപ്പിൻ്റെ ഉള്ളിൽ നിന്ന് കോപ്പർ അഴിച്ച് മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 1000 സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലേക്ക് വരുന്ന വീടുകളിൽ വയറിങ് ചെയ്യുമ്പോൾ 3 ഫേസ് മീറ്റർ ബോർഡും അതുപോലെ 3 ഫേസ് DB വെക്കുകയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ സിംഗിൾ ഫേസ് ആണെങ്കിലും ഭാവിയിൽ 3 ഫേസ് കണക്ഷൻ എടുക്കാനായിട്ട് അത് എളുപ്പമായിരിക്കും. 3 ഫേസ് എടുക്കുന്ന സമയത്ത് നമുക്ക് പേപ്പർ വർക്ക് മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് ഈ മീറ്റർ ബോർഡും അതുപോലെ DB ഇളക്കി മാറ്റേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് ഇവിടുത്തെ ഇലക്ട്രിക്കൽ പൈപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ DBയിൽ നിന്ന് അതാത് റൂമുകളിലേക്ക് ഓരോ മെയിൻ പൈപ്പാണ് ഇവിടെ കൊണ്ടുപോയിട്ടുള്ളത്. അതും 20 mm പൈപ്പാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. നമ്മൾ 25 പൈപ്പ് ഉപയോഗിക്കൽ കുറവാണ്. 25 പൈപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പില്ലറുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കമ്പി കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ 25 പൈപ്പ് ഉപയോഗിക്കാത്തത്. DBയിൽ നിന്ന് ബെഡ്റൂമിലേക്ക് പോകുന്ന ഒരു മെയിനിൽ വരുന്ന വയറുകൾ ഫേസ് ന്യൂട്രൽ, എർത്ത്, ഇൻവെർട്ടർ, മാസ്റ്റർ, ലാച്ചിങ് റിലേയുടെ ഒരു ലീഡ് വയർ, അതുപോലെ AC-യുടെ ഫേസ് ന്യൂട്രൽ, എർത്ത്, പിന്നെ ഇൻവെർട്ടറിന് സെപ്പറേറ്റ് RCCB വെക്കുകയാണെങ്കിൽ അതിന് സെപ്പറേറ്റ് ന്യൂട്രൽ വരുന്നതാണ്. അങ്ങനെ 10ഓളം വയറാണ് നമുക്കൊരു ബെഡ്റൂമിൻ്റെ മെയിനായിട്ട് വരുന്നത്. അതുപോലെ ഈ ബെഡ്റൂമിൽ വാട്ടർ ഹീറ്റർ വരണമെങ്കിൽ അതിൻ്റെ ഫേസ് ന്യൂട്രൽ, എർത്ത് വേറെ വരും. അപ്പോൾ അങ്ങനെ നമുക്ക് 10-13 വയറാണ് ഒരു മെയിനിൽ വരുന്നത്. വാട്ടർ ഹീറ്റർ കൂടി ഉണ്ടെങ്കിൽ നമ്മൾ 2 20-യുടെ പൈപ്പാണ് സാധാരണ അടിക്കാറ്. ഇവിടെ നിലവിൽ വാട്ടർ ഹീറ്റർ ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ 20-യുടെ ഒരു പൈപ്പാണ് അടിച്ചിട്ടുള്ളത്. DBയിൽ നിന്ന് മീറ്റർ ബോർഡിലേക്ക് 20 mm 2 പൈപ്പാണ് നമ്മൾ സാധാരണ അടിക്കുന്നത്. ഇവിടെ 6-ൻ്റെ വയറാണ് മെയിനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഫ്ലോറിൽ കൂടി പൈപ്പിങ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പൈപ്പ് വന്ന് കയറുന്ന എല്ലാ ഭാഗങ്ങളും സിമെൻറ്റ് വെച്ച് നന്നായിട്ട് പോയിൻ്റ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ചിതലിറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ ഭിത്തികളിൽ നനവ് കയറുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതാണ്. നനവ് വരുമ്പോഴാണ് ചിതൽ കയറുന്നത്. ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ് ഞാൻ 2 ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സ്വിച്ച് ബോർഡിൽ 30 വയർ വരണേൻ്റെയും ഒരെണ്ണത്തിൽ 23 വയർ വരണേൻ്റെയും. ആ ഷോർട്ട്സ് കണ്ടപ്പോൾ കുറേ ചേട്ടന്മാർ നമ്മുടെ അടുത്ത് അത് എണ്ണി കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതിൽ സംശയമുള്ള ആൾക്കാർക്ക് ഇത് കറക്റ്റ് എണ്ണി നോക്കാവുന്നതാണ്.
ഞങ്ങളിത് വെറുതെ പറയുന്നതല്ല, അനുഭവം കൊണ്ട് പറഞ്ഞതാണ്. അതുപോലെ ഈ ഇലക്ട്രിക്കൽ വർക്കൊന്നും ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ലോഡ് വരുന്ന സമയത്ത് നമ്മുടെ വയറിംഗ് ഒക്കെ കത്തിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കത്തിപ്പോയി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് പരമാവധി നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ 30 വയർ വന്നിട്ടുള്ളത് 1 ഇഞ്ച് പൈപ്പിലാണ്. ഇനി നമുക്ക് അടുത്ത ബോക്സിലത്തെ വയറെണ്ണാം. ഇവിടെ വന്നിട്ടുള്ളത് 23 വയറാണ്. 3/4 ഇഞ്ച് പൈപ്പിലാണ് 23 വയർ വന്നിട്ടുള്ളത്. നമുക്ക് നെഗറ്റീവ് കമൻറ്റ് വന്നുകൊണ്ടാണ് ഞാൻ ഈ വയറ് കൗണ്ട് ചെയ്യേണ്ടത് ഇട്ടിട്ടുള്ളത് കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇതിൽ AC-യുടെ വയറും വരുന്നുണ്ട്. വയറെണ്ണണത് ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇവിടുത്തെ 3 ഫേസ് മീറ്റർ ബോർഡും വെക്കൽ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ ഡിൽടെക് കമ്പനിയുടെ മീറ്റർ ബോർഡാണ് വെക്കുന്നത്. നല്ല ഫിനിഷിങ്ങും അതുപോലെ നല്ല ക്വാളിറ്റിയാണ് ഈ മീറ്റർ ബോർഡ്. ഇത് പ്രൊമോഷന് വേണ്ടി പറയുന്നതല്ല കേട്ടോ. ഇവിടെ ഇനി സർവീസ് പൈപ്പ് നമുക്ക് ഓപ്പണായിട്ട് അടിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടുത്തെ വയറിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഞങ്ങളോട് വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല. ഇവിടുത്തെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഞങ്ങളുടെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളിലേക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മറുപടി ഉണ്ടായിരിക്കും. അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി മറുപടി നൽകുന്നതായിരിക്കും. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൻ ഓണാക്കി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എന്നെ വിളിച്ച് വെക്കുക. എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ നമ്മൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുള്ളൂ. നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കിൻ്റെയും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുള്ള വീഡിയോസ് എടുപ്പുണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും. നിങ്ങൾ ഈ വീഡിയോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.